സിനിമാ രംഗത്തുമല്ലാതെയും ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നാദിർ ഷാ. വിവാഹശേഷം ആ സൗഹൃദം മഞ്ജു വാര്യരിലേക്കും എത്തുന്നു. മഞ്ജു വാര്യരെ കുറിച്ച് നാദിർ ഷാ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എല്ലായ്പ്പോഴും മഞ്ജു തന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോഴും തനിക്ക് അങ്ങനെ തന്നെയാണ്. ദിലീപാല രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിനിടെയാണ് മഞ്ജുവിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ദിലീപിന്റെ ഭാര്യ കൂടിയായതോടെ മഞ്ജുവുമായുള്ള തന്റെ സൗഹൃദം കുറച്ചുകൂടെ ആഴത്തിലായി താനും. ദിലീപും മഞ്ജുവും തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം ഇന്നും തന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടെന്നും നാദിർ ഷാ പറയുന്നു. ഒരുപാട് നല്ല ഓർമ്മകളാണ് അതെല്ലാം. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും നാദിർ ഷാ കൂട്ടിച്ചേർത്തു. അവർ തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് താൻ രണ്ടാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല. അവർ പുറത്ത് ആരോടും ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താനായി അത് ചോദിച്ച് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് താൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തതുമെന്നും നാദിർ ഷാ പറയുന്നു. എന്നാൽ പിന്നീട് നാദിർ ഷാ പറഞ്ഞത് മഞ്ജു വാര്യർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. മഞ്ജു തനിക്ക് എപ്പോഴും നല്ല സുഹൃത്തായിരുന്നു. ഇപ്പോഴും തനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു സൗഹൃദം ഇപ്പോൾ മഞ്ജുവിന് തന്നോടില്ല എന്നാണ് മനസ്സിലാവുന്നതെന്നാണ് നാദിർ ഷാ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു അനുഭവം നാദിർ ഷാ പങ്കുവെക്കുന്നുണ്ട്. തന്റെ മകളുടെ വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് മഞ്ജുവിനെയും ക്ഷണിക്കാനായി ഫോണിൽ വിളിച്ചിരുന്നു. മകളുടെ വിവാഹമാണ്, വരണമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ തിരക്കിലാണെന്ന് പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ആ സംഭവം തന്നെ വിഷമിപ്പിച്ചു എന്നാണ് നാദിർ ഷാ പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.